കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോടു കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണനായി കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കംസൻ വാണ മധുര അധർമ്മങ്ങളുടെ വിളനിലമായിരുന്നു. അതിനീചന്മാരായ പരശതം അസുരന്മാരായിരുന്നു കംസന്റെ മുഖ്യ സൈന്യബലം. രാജസ്തുതികൾ മുഴക്കാത്ത നാവുകൾ എരിഞ്ഞു വീഴ്ത്തിയും ഭഗവത് നാമസ്തുതികൾ വിലക്കിയും വാണ കംസനിൽ തരിമ്പും പരാജയഭീതിയില്ലായിരുന്നു. ആ ഗർവത്തിൻ്റെ രഥമോടിച്ചു പോകവെയാണ് കംസൻ ഒരശരീരി കേട്ടത്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ വധിക്കും. ആ നിമിഷം താൻ ഏറെ സ്നേഹിക്കുന്ന സോദരിക്കു നേരെ വാളോങ്ങുകയായിരുന്നു കംസൻ. പക്ഷേ ആര്യവസുദേവർ സാമോപായങ്ങളാൽ കംസന്റെ ക്രൗര്യമടക്കി. പിന്നൊരു ശപഥവും നൽകി. പിറക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കംസന് കാഴ്ചവെക്കാമെന്ന ശപഥം. കൃഷ്ണകൃപാസാഗരം അനന്തര കഥാമുഹൂർത്തങ്ങളിലേക്ക്. ഇവൾ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും അപ്പോൾ തന്നെ നാം തിരുമുമ്പിൽ എത്തിച്ചു തരാം. അവരെ എന്തു ചെയ്യണമെന്ന് അങ്ങേക്ക് തന്നെ തീരുമാനിക്കാം.
നാം നൽകിയ വാഗ്ദാനം സത്യം. ഈ വസുദേവനത് പാലിക്കും. സത്യം, സത്യം, സത്യം. നാം ഇത് വിശ്വസിക്കുന്നു. ഇവരാണ് ചേടിമാർ എന്ന് പറഞ്ഞ് ഗോശാലയമ്മ പരിചയപ്പെടുത്തിയപ്പോ ഒന്ന് മുഖം ഉയർത്തി നോക്കി, അത്രമാത്രം. അപ്പോൾ മുഖത്ത് വല്ലാത്ത വിഷാദമായിരുന്നു. ഞാനും ശ്രദ്ധിച്ചിരുന്നു. ഉള്ളിലേതോ കടലിരമ്പം പോലെ. സപത്നിമാർ അടക്കം പറഞ്ഞു ചിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ചിരി കണ്ടില്ല. പക്ഷേ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചു. വസുദേവരാജന്റെ വധുക്കൾ 7 പേരും ഒരുമിച്ചങ്ങനെ നിന്നപ്പോൾ പുതിയ വധുവിന് തന്നെയായിരുന്നു ദീപ്തിയേറെ. പൗരവി ദേവി, രോഹിണി ദേവി, ഭദ്രാദേവി, മധിരാദേവി, രോചനാദേവി, ഇളാദേവി ഏവരും ചന്തം തികഞ്ഞവർ തന്നെ. പക്ഷേ ദേവകി ദേവിയിൽ ചന്തത്തിനപ്പുറം മറ്റെന്തോ ഒരു ചൈതന്യം അല്ലേ? കൊട്ടാരത്തിലെ സൈരന്ധ്രിമാരുടെ വൈഭവം. ക്ഷമിക്കണം, അങ്ങ് എത്തിയതറിഞ്ഞില്ല. വേണ്ട. ദേവിയുടെ മനോവ്യസനം നമുക്കറിയാം. നമ്മുടെ പ്രതിജ്ഞ, അതും ദേവിയുടെ അനുമതി വാങ്ങാതെ. പിറക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ നൽകണമെന്ന വിചാരത്തോടെ മണിയർ പോകാൻ ഏത് സ്ത്രീക്കാണ് കഴിയുക? ദേവി പോർക്കണം. അരുത്, അങ്ങ് ഇവളോട് ക്ഷമായാചന നടത്തരുത്. വാൾമുനയിൽ നിന്ന് ഇവളെ രക്ഷിച്ചത് അങ്ങയുടെ വാക്കുകളാണ്. ആ നിമിഷം അതുമാത്രമേ ചിന്തിച്ചുള്ളൂ. ദേവിയുടെ ജീവൻ. അതിനറിയാവുന്ന സാമോപായത്തിന്റെ വഴികളെല്ലാം എടുത്തു. മഹാരാജനോട് ശ്ലാഘനീയനെന്ന് വാഴ്ത്തി സംബന്ധ സൂചന നടത്തി. ലാഭം, ഉപകാരം, അഭേദം, ഗുണകീർത്തനം വാക്കുകളാൽ ആവതെല്ലാം ചെയ്തു. എന്നിട്ടും അടങ്ങാത്ത കലിക്ക് മുന്നിൽ നമുക്കതേ തോന്നിയുള്ളൂ. ഉപായം. കാലോചിത ബുദ്ധിയിൽ തെളിഞ്ഞ ആ ശപഥമോർത്ത് പിടയ്ക്കുന്നുണ്ട് ഈ മനസ്സിപ്പോഴും. ദേവകി, എങ്കിലും ആശ്വസിക്കണം, സമാധാനിക്കണം. സത്യാന്നാസ്തി പരോധർമ്മ, ധർമ്മോ അസ്മത് കുലദൈവതം. കേട്ടിട്ടുണ്ടാകും ഈ പ്രമാണം. സത്യം തന്നെ വലുത്, അതിലും വലിയ ധർമ്മമില്ല. പറഞ്ഞ വാക്കുകൾ നമുക്ക് പാലിക്കണം. സത്യപരിപാലനമെന്ന പരമമായ ധർമ്മം ചെയ്യാനുറച്ചാൽ പുത്രധർമ്മത്തെക്കുറിച്ചുള്ള വ്യാകുലത മനസ്സിലെന്തിന്? പരമമായ സത്യം പരമാത്മാവാണ് ദേവി. ആ ഭഗവത് തത്വം അറിയുന്ന നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തതായി എന്താണുള്ളത്, അല്ലേ? കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം കംസമഹാറാണിക്ക് നമോ ആകം. വരൂ വരൂ. ഇന്നെന്താ വരാൻ വൈകുന്നതെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഈ കുബ്ജ മാത്രമല്ല, മധുരാനഗരി ആകെ ഇന്ന് വൈകി മാത്രമേ ഉണർന്നിട്ടുണ്ടാവുകയുള്ളൂ.
ഇത്രയും പകിട്ടുള്ള പരിണയമൊന്ന് മധുരാപുരി കണ്ടിട്ടുണ്ടാവില്ല എന്നോളം. എന്നിട്ടെന്ത് കാര്യം? നൽകാവുന്നതിലപ്പുറം നൽകി കൊട്ടിഘോഷിച്ച് പരിണയം നടത്തി വിട്ടതിന് തക്ക ശിക്ഷ കിട്ടിയല്ലോ മഹാരാജന്. കേട്ടു ഈ ഉള്ളവളും. കഷ്ടം. സ്വന്തം കരങ്ങളാൽ രഥം തെളിച്ചു പോകുമ്പോൾ തന്നെ അശരീരി ഉണ്ടായത് ഒരു തരത്തിൽ അതിക്രൂരം, ദയനീയം. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തുണയ്ക്കും. ഒന്നും സംഭവിക്കില്ല മഹാരാജന്, അല്ലേ മാലിനി? പ്രദസ്തേ ദേവി, ഭവതി മാത്രമാണ് ഈ ഉള്ളവളെ ഇപ്പോഴും മാലിനി എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർക്കെല്ലാം ഇപ്പോഴും ഇവൾ കുബ്ജ അല്ലെങ്കിൽ ത്രിവക്ര. ശരിയാണ്, എല്ലാവരും മാലിനി അങ്ങനെ വിളിക്കുമ്പോൾ സങ്കടം തോന്നും നമുക്ക്. കുബ്ജ എന്നാൽ കൂനുള്ളവൾ. രോഗം സമ്മാനിച്ച വൈകല്യത്തിൽ നിന്നും ഒരു വിളിപ്പേരുണ്ടാക്കിയെടുത്ത മാലോകരുടെ മനം കാഠിനം. മാലിനി, എനിക്കിപ്പോഴും നീ ആ പഴയ മാലിനി തന്നെയാണ്. നിനക്ക് ഓർമ്മയുണ്ടോ നാം നിന്നെ ആദ്യം കണ്ട മുഹൂർത്തം? മാലിനിയുടെ വേളി ഉറപ്പിക്കുന്ന നാൾ. അന്നാണ് നാം ആ മന്ദിരത്തിലേക്ക് ആദ്യം എത്തുന്നത്. സൈരന്ധ്രി വൃത്തിയിൽ വിദൂഷിയായ മാലിനിയുടെ അമ്മ നമ്മെ നിർബന്ധിച്ച് ആനയിക്കായിരുന്നു അവിടേക്ക്. സുഗന്ധം പരത്തുന്ന വൃക്ഷലതാദികൾ തിങ്ങിപ്പടർന്ന വനികയുടെ മധ്യത്തിൽ ഒരു ചെറു മന്ദിരം. വാസന തൈലങ്ങളുടെ മതപര ഗന്ധം വീശിയടിക്കുന്ന മുറിയൊന്നിൽ ചന്ദന സിന്ദൂര കുങ്കുമാദികൾ വർണ്ണം വിതറിയ തൽപ്പത്തിൽ ഒരു പൂങ്കുരുന്നു പോലെ മാലിനി. കൗമാരം കതിരിട്ട് നിന്ന കണ്ണുകളിൽ തെല്ലു ഭയം, ലജ്ജ. പക്ഷേ ഒന്ന് നാം ശ്രദ്ധിച്ചു, മുഖത്താകെ പടർന്നിരുന്ന കുലീനത. മധുരയിലെ ഏത് രാജകന്യയ്ക്കും അസൂയ തോന്നിപ്പിക്കും വിധമുള്ള മുഖശ്രീ. മാലിനി, എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ അറിയാ രോഗം ഒന്നിന്റെ പിടിയിലമർന്ന് ഈ വിധമായി പോവുമായിരുന്നു ഒന്നിന്റെ രൂപം. ഒക്കെ നേരെയാകും. നാം പറഞ്ഞില്ലേ, ഒക്കെ നേരെയാകും. ഇല്ല, ഇനി ഒരിക്കലും ഈ ഉള്ളവൾക്ക് ആ രൂപത്തിലേക്ക് തിരിച്ചെത്താനാവില്ല മഹാറാണി. ലോകം വെറുത്താലും ഈ രൂപം എനിക്കിഷ്ടമാണിപ്പോൾ. കുനിഞ്ഞ ശിരസുമായി കൈകളിൽ കുറുക്കൂട്ടുകളുടെ തലവുമേന്തി കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ നടക്കുന്ന ഈ സാധു ജീവിക്ക് ഇനി സ്വപ്നങ്ങളില്ല. ഈ ഉള്ളവളെ ഇഷ്ടപ്പെടുന്നവർ കുറവെങ്കിലും ഈ ഉള്ളവൾക്ക് ഇഷ്ടപ്പെടാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് ചുറ്റും. മനം മയക്കുന്ന നിറക്കൂട്ടുകൾ, മണം പരത്തുന്ന മരങ്ങൾ, പൂക്കൾ, തുറന്നു വെച്ച കുങ്കുമച്ചെപ്പ് പോലുള്ള ഉദയസൂര്യൻ, ചന്ദനക്കിണ്ണം പോലുള്ള വെണ്ണിലാ ചന്ദ്രൻ. നിറമിഴും കാഴ്ചകൾ ഇവയ്ക്കിടയിൽ നിറം ചോർന്നു പോയൊരു ചാന്ത് ചിമിഴു പോലെ ചരിഞ്ഞു ചാഞ്ഞങ്ങനെ ജീവിച്ചുകൊള്ളും മാലിനി. അല്ല, കുബ്ജ. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. കഷ്ടം. മുഖത്ത് പ്രസാദം തീരെയില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. പ്രസാദം കാണാത്തത് പ്രദസ്തി ദേവിയുടെ വദനത്തിലാണ്. ദേവഭാഷിത വൃത്താന്തം പറഞ്ഞ ശേഷം ഒരു ഒളിമങ്ങൽ മുഖത്ത്. എന്താ ഭയണ്ടോ ഉള്ളിൽ? വേണ്ട, തെല്ലും വേണ്ട ഭയം. ദേവകിയുടെ അഷ്ടമജാതനെന്നല്ല, ഒരു പുത്രനും വധിക്കാനാവില്ല കംസനെ. പകരം അവർ ഓരോരുത്തരും ഈ കരങ്ങളിൽ കിടന്ന് പിടഞ്ഞൊടുങ്ങും ജനിച്ചയുടൻ. കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ഇതൊന്നും വേണ്ട. പൂമാല ചൂടാറില്ലല്ലോ ഈ ഉള്ളവളിപ്പോൾ.
ചെന്താമര പൂമാല ചൂടുന്നത് ചന്തമേറ മാത്രമല്ല, ഇക്കാലത്ത് അതിന് വേറെയുമുണ്ട് ഗുണം. ഇനി ഈ തിലകം കൂടി ദശപുഷ്പ അരച്ചുണ്ടാക്കിയ കൂട്ടാ. രാവിലെ കണി കണ്ടത് പൂത്തു നിൽക്കുന്ന മാഗന്ധമാ. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു കാര്യം കേൾക്കുമെന്ന്. ഈയുള്ളവൾക്ക് 3-4 ദിനം കൊണ്ടൊരു ശങ്കയുണ്ടായിരുന്നു. ദേവിയുടെ മുഖം കാണുമ്പോഴൊക്കെ അത് തോന്നിയതാ. എന്നിട്ടെന്താ, ആദ്യം അറിഞ്ഞത് ഞാനാ. ഓടി നടന്ന് എല്ലാവരോടും പറയുന്ന തിരക്കിൽ ഞാനൊന്ന് മറിഞ്ഞു വീഴുകയും ചെയ്തു ഇടനാഴിയിൽ. അല്ല, ദേവിയുടെ മുഖത്ത് എന്നിട്ടും ഒരു പ്രസാദവും ഇല്ലല്ലോ. സദാ ഉന്മേഷത്തോടെ ഇരിക്കണം. ഗർഭകാലത്തെ ഉന്മേഷവും പ്രസരിപ്പുമൊക്കെ കുഞ്ഞിന് കിട്ടും. ദേവി, ഈ ഉള്ളവൾ പറഞ്ഞാൽ പിഴയ്ക്കാറില്ല. ആൺകുഞ്ഞ ഉറപ്പ്. ഞാൻ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കട്ടെ. രോഹിണി ദേവിക്ക് സ്വാഗതം. ശുഭം ഭവതു. പുരുഷ സൂക്തം ജപിച്ച നറുനെയ്. ഇനി നിത്യവും ഇതാകണം ആദ്യം സേവിക്കേണ്ടത്. ഒക്കെ മംഗളമായി ഭവിക്കും. ജ്യേഷ്ഠത്തിക്ക് പൗരവി എന്നൊരു പേരുകൂടി ഉണ്ടല്ലോ. എനിക്കിഷ്ടം രോഹിണി എന്ന പേര് തന്നെയാ. ചന്ദ്രഭഗവാന്റെ പത്നി നാമം. ദേവകിക്കും മറ്റൊരു പേരുള്ള വിവരം പറഞ്ഞിരുന്നല്ലോ. മായ. അത് പക്ഷേ കുട്ടിക്കാലത്ത് മാത്രമേ വിളിച്ചു കേട്ടിട്ടുള്ളൂ. ആര്യവസുദേവർക്കിഷ്ടം ആ പേരാണോ? ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നോട് പറയാറുണ്ട് എല്ലാം. വാ. സപത്നി സമ്പ്രദായം ചില ദേശങ്ങളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണത്രേ. പക്ഷെ എനിക്കിഷ്ടമാണ്. വിശ്വസിക്കാവുന്ന, എല്ലാം തുറന്നു പറയാവുന്ന ഒരു സോദരി, പ്രിയ സഖി. അതാണ് എനിക്ക് സപത്നി. എങ്ങനെയായിരിക്കും ഇവിടെയുള്ളവരെന്ന് എനിക്കൊട്ടും തന്നെ ആശങ്കയില്ലായിരുന്നു സത്യത്തിൽ. പതിയുടെ വൈശിഷ്ട്യങ്ങൾ പലതും കേട്ടറിഞ്ഞിട്ടുണ്ട് കൗമാരത്തിലെ. പത്നിമാരിലും ആ വൈശിഷ്ട്യങ്ങൾ കാണുമെന്ന് എപ്പോഴോ എന്തുകൊണ്ടോ മനസ്സിൽ തോന്നി. ഒരു വിളക്കിൽ നിന്നും ദീപനാളം എത്ര വിളക്കുകളിലേക്ക് പകർന്നാലും ആ വിളക്കിന്റെ ദീപനാളത്തിന് മങ്ങലേൽക്കില്ലല്ലോ. പരിണയം കഴിഞ്ഞപ്പോൾ ഒരു നാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു അദ്ദേഹം. പരമാത്മാവിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ കേട്ടു നിന്നപ്പോ എനിക്ക് തോന്നിയത് മറ്റൊന്നാണ്. ഈയുള്ളവൾ ധന്യയായി. എനിക്ക് ആര്യദേവനെക്കുറിച്ച് തോന്നിയിട്ടുള്ളതും അതുതന്നെയാണ്. പിന്നെ ദേവിയെക്കുറിച്ച് തോന്നാറുള്ളത് ഒരു ജ്യേഷ്ഠ സഹോദരി എന്നും. ഗർവങ്ങൾ ചിലതുണ്ടായിരുന്നു മനസ്സിൽ ഇവിടേക്ക് വരുമ്പോൾ. പക്ഷേ അദ്ദേഹം പകർന്നു തന്ന പാഠങ്ങൾ മനസ്സ് പവിത്രമാക്കി. വേണമെങ്കിൽ മധുരാരാജൻ തന്നെ ആകാമായിരുന്നു. പക്ഷേ ഗോപരിപാലനമാണ് തന്റെ ധർമ്മമെന്നായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. ധേനു പൂജ എന്നാൽ മാധവ പൂജ എന്നാണ് അദ്ദേഹത്തിന്റെ വിചിന്തനം. അതുകൊണ്ട് രാജ്യം ത്യജിക്കാൻ ഏറെ ആലോചിച്ചില്ല. പലതും ത്യജിക്കാനുള്ള പാഠം തന്നെയാണ് ഈയുള്ളവൾക്കും ആദ്യം അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ത്യജിക്കേണ്ടി വന്നിരിക്കുന്നത് പ്രസവിക്കുന്ന 8 സന്താനങ്ങളെയും. ശാന്തചിത്തയായാലും ദേവകി, ഒക്കേക്കും നിമിത്തം ഒരാകാശഭാഷിതം എന്നുവെച്ചാൽ ഈശ്വരേച്ഛ. ഈശ്വര നിശ്ചയം സഫലമാകട്ടെ. സാമോപായങ്ങൾ 5 വിധം: സംബന്ധം, ലാഭം, ഉപകാരം, അഭേദം, ഗുണകീർത്തനം. കംസനെ ശാന്തനാക്കാൻ വസുദേവർ നടത്തിയ ഭാഷണം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായിരുന്നു.
സമയോചിതമായ കർമ്മത്താൽ അപകടത്തെ തരണം ചെയ്യാൻ വേണ്ട നീതി നൈപുണ്യമാണ് ഭാഗവതം ഇതിലൂടെ ഉപദേശിക്കുന്നത്.